പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിലും മുളകായാലും മഞ്ഞളാണെങ്കിലും മല്ലിയൊക്കെ ആണെങ്കിലും നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറി മസാല പൗഡറുകൾ ഇന്ന് നമ്മൾക്ക് ലഭിക്കുന്ന രീതിയും അതിലടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സും ടോക്സിക് എലിമെന്റ്സും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ മാരകമായി എഫക്ട് ചെയ്യുന്നതെന്നും ഇതെങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹെൽത്തി ഫോമിൽ യൂസ് ചെയ്യാമെന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ള ഒരു ടോക്സിക് ഗ്യാസ് ആണ് ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അണുനശീകരണത്തിനും കീടനാശിനിക്കും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രം ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഈ ഒരു എത്തിലീൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും ഒരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഘടകമല്ലെന്നും കാർഷിക മേഖലയിൽ ആക്ച്വലി ഒരു അണുനശീകരണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണെന്നും ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എത്തിലീൻ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള കറി പൗഡറുകൾ യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് നോക്കൂ. ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിലേക്കും ഈവൻ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ലുക്കീമിയ പോലുള്ള കണ്ടീഷൻസിലേക്കും അങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കും ഇത് ലീഡ് ചെയ്തേക്കാം എന്നുള്ളത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കണ്ടീഷൻസും പ്രത്യുൽപാദന തകരാറുകളിലേക്കും ഒക്കെ ഇത് ലീഡ് ചെയ്യുന്നുള്ളത് പല റിപ്പോർട്ടിലുമായിട്ട് നമ്മൾ കണ്ടൊരു കാര്യമാണ്. ഒത്തിരി ന്യൂസ് ചാനലിൽ പോലും ചർച്ചയായിട്ട് ചില ടൈമിലൊക്കെ വരാറുണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കറി പൗഡറുകൾ. എന്നിരുന്നാൽ പോലും നമ്മൾ ഈസി ടു യൂസ് എന്നൊരു രീതിയിൽ കടയിൽ പോയി വീണ്ടും പാക്കറ്റ് പൗഡറുകൾ വാങ്ങിച്ച് നമ്മുടെ കറിയിൽ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു പതിവ്. അപ്പം നമ്മളിപ്പോൾ പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലൊന്നും നമ്മൾക്ക് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് കുറച്ചുകൂടി സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ മുളകായാലും മഞ്ഞളാണെങ്കിലും മല്ലിയൊക്കെ ആണെങ്കിലും നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കേസ് എടുക്കാൻ തന്നെ നമ്മളിപ്പം പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യവും പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ടോക്സിസിറ്റി കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ കഴിക്കുന്നത് ഒരു ചെറിയൊരു ആശ്വാസം നമ്മൾ കണ്ട്. ഏതൊരു ഫുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ മാക്സിമം നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ ഇട്ട് കഴുകാനും അങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും പ്രിക്കോഷൻസും ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചൊരു ആശ്വാസമെങ്കിലും ലഭിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ഉണക്കി പൊടിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. US എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറഞ്ഞൊരു കാര്യം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള എത്തിലീൻ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള കറി പൗഡേഴ്സ് ദീർഘകാലം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാനും എക്സ്പെഷ്യലി നമ്മുടെ കണ്ണ്, മൂക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ അവയവങ്ങളെയും വളരെ ബാഡായിട്ട് അത് എഫക്റ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്മറി പവറിനെയും ഈവൻ നമ്മളൊരു ഡിപ്രഷൻ, ആൻസൈറ്റി സ്റ്റേജിലേക്ക് എത്തിക്കാനും ഇത്തരത്തിലുള്ള കറി പൗഡറുകൾക്ക് വളരെയധികം വലിയൊരു സ്വാധീനമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ പുറത്തെ കടയിൽ നിന്നും കറി പൗഡറുകൾ വാങ്ങുന്നതും ഒന്ന് അവോയ്ഡ് ചെയ്യുക. നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കറി പൗഡറുകൾ ഉണക്കി പൊടിച്ച് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ മെയിനായിട്ടുള്ള എക്സ്ട്രാക്റ്റ് അവരെടുത്തിട്ട് മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലേക്കാണ് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ചണ്ടിയാണ് നമ്മൾക്ക് പൗഡറായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് ലഭിക്കുന്നത്. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നുള്ളത്. എല്ലാ കറികളിലും മസാല കൂടുതൽ വേണമെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഇത്രയും കെമിക്കൽ കണ്ടൻസ് ഉള്ള ഇത്തരത്തിലുള്ള പാക്കറ്റ് പൗഡറുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതല്ലേ. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പെപ്പറും ഒക്കെ കിട്ടും, ജീരകമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ക്രഷ് ചെയ്തിട്ട് അത് നല്ല കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം അതിൽ തന്നെ ബാക്കി കറികളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്ക് മാക്സിമം എത്രത്തോളം കറി പൗഡറിൻ്റെ യൂസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമ്മൾ നോക്കുക. പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ പ്രശ്നമില്ല, നമ്മൾ എപ്പോഴെങ്കിലും വൺസ് ഇൻ എ വൈൽ പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഡെയിലി നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് കറി മസാല പൗഡറുകളൊക്കെ യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.